യാത്ര പോലും പറയാതെ ഇറങ്ങി പോവോ? ഏയ്, വാണിമോള് കൂട്ടിക്കൊണ്ടുവരും, നോയിക്കോളൂ. അച്ഛാ, അവിടെയൊന്നും അവരെ കാണുന്നില്ല. പിന്നെ എങ്ങോട്ട് പോയി? എവിടുന്നോ വന്നു, അസുഖം ഭേദമാക്കിയിട്ട് എവിടേക്കോ മറഞ്ഞു. മഹാത്ഭുതവും അല്ലാതെ എന്താ പറയാ. അകത്താരെങ്കിലും ജീവനോടെ ഉണ്ടോ? ആരെങ്കിലും ജീവനോടെ ഉണ്ടോ? അകത്താരെങ്കിലും ജീവനോടെ ഉണ്ടോ? ഉണ്ടോ? ആരും ഇല്ലെന്നാ തോന്നുന്നത്. ഒരനക്കവും ഇല്ലല്ലോ. അടുത്തു വരരുത്. വീട്ടിനകത്ത് കയറി അടച്ചിരിക്കുക. ഞാനും എന്റെ കുടുംബവും വീട്ടിനകത്ത് കയറി അടച്ചിരിക്കേണ്ട കാര്യം എന്താ? ദീനമല്ലേ? കാര്യം നാടാകെ അറിഞ്ഞിരിക്കുന്നു. കയറി പോവുക. ആർക്കാണ് ദീനം? ഞങ്ങൾക്കാർക്കും ദീനമില്ല. കള്ളം. ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കണ്ട. പുറത്തിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പുറത്തിറങ്ങിയ കല്ലെടുത്തെറിയും ഞങ്ങൾ. നാട് മുഴുവൻ വ്യാധി പടർത്താൻ ഇറങ്ങിയിരിക്കുകയാണോ നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ അസുഖമില്ല. സംശയമുള്ളവർക്ക് പരിശോധിക്കാം. അതിനുശേഷം വേണമെങ്കിൽ കല്ലെറിയാം. എന്താ ഇങ്ങനെയൊക്കെ ഇദ്ദേഹം പറയുന്നത്? അസുഖം മാറിയോ? അതെങ്ങനെ? ദീനം പിടിച്ചിട്ട് ദിവസങ്ങളല്ലേ ആയുള്ളൂ. കബളിപ്പിക്കുന്നതായിരിക്കും. കബളിപ്പിക്കുന്നതല്ല. ആർക്കെങ്കിലും ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. എന്റെയോ എന്റെ കുടുംബാംഗങ്ങളുടെയോ ദേഹത്ത് ദീനത്തിന്റെ പാടെങ്കിലും കാണിച്ചു തന്നാൽ സംശയിക്കണ്ട, ഞങ്ങൾ ഈ നാട് തന്നെ വിട്ടോളാം. അത് വേണോ? എല്ലാരും ഒന്നിച്ചു വരിക. പറഞ്ഞത് സത്യമാണ്. ദീനത്തിന്റെ ഒരു ലക്ഷണവുമില്ല. അപ്പോൾ പറഞ്ഞു കേട്ടതൊക്കെ കളവായിരുന്നു. കളവല്ല, അസുഖം വന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ ഒരു കാര്യം ഇവിടേക്ക് വ്യക്തമായി. ഒരു വീഴ്ച ഉണ്ടാകുമ്പോഴാണ് ആരൊക്കെ കൂടെ ഉണ്ടാകും എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾക്കൊരു സഹായം ആവശ്യം വന്നപ്പോ നിങ്ങളാരും അത് ചെയ്തില്ല. അടുക്കളയിലപ്പം സാധനം വാങ്ങിത്തരാൻ എന്റെ മകൾ കെഞ്ചിയില്ലേ നിങ്ങളോട്? ഇവളെ ആട്ടി ഓടിക്കാൻ കല്ലെടുക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? ആരുമില്ലാത്ത ഞങ്ങൾ കിടന്ന് കരഞ്ഞപ്പോ ഞങ്ങളെ നോക്കാൻ ഒരാള് വന്നു. ഞങ്ങൾക്ക് ഭക്ഷണം വെച്ചു തന്നു. ഞങ്ങളുടെ വേദനയിൽ മരുന്ന് പുരട്ടി സുഖപ്പെടുത്തി. നിങ്ങൾ ആരും ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല അല്ലേ? കുറുപ്പത്ത് കുടുംബത്തിന്റെ മരണക്കണക്കെടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും കൂടി വന്നത്? ഇതാ നിൽക്കുന്നു ഞങ്ങൾ ജീവനോടെ. കഴിഞ്ഞോ നിങ്ങളുടെ പരിശോധന? കാരണവരെ ക്ഷമിക്കണം. ദീനം വന്നാൽ ഓടി ഒളിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. അല്ല, ഇത്ര പെട്ടെന്ന് അസുഖം മാറ്റിയെന്ന് പറഞ്ഞല്ലോ. അവരാരാണ്? നല്ലവളായ ഒരമ്മ. ആറ്റുകാൽ ദേശത്തുള്ളതാണ്. നേരം വെളുക്കുമ്പോ അതിശയം പോലെ ഞങ്ങളുടെ അസുഖം ഭേദമായിരിക്കുന്നു. അതിന് കാരണക്കാരിയായ സ്ത്രീയെ ഇവിടെ കാണാനുമില്ല. ഞങ്ങൾ അവരെ തിരഞ്ഞ് ആറ്റുകാലിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുക. ഇങ്ങനെ ഒരു അത്ഭുതം നമ്മുടെ നാട്ടിൽ നടന്നിട്ട് അതിന്റെ കാരണക്കാരിയെ കണ്ടെത്താൻ പോകുമ്പോൾ ഞങ്ങളും വരാം. വേണ്ട, ഇപ്പൊ മാത്രം ഒരു കൂട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. മോളെ, ഇവർ വരട്ടെ. സത്യം എന്താണെന്ന് ഇവർ കൂടെ മനസ്സിലാക്കട്ടെ. അസുഖത്തോട് അർപ്പ് കാണിക്കുന്നവർ പരിപാലിക്കുന്നവരുടെ മര്യാദ എന്തെന്ന് കണ്ടുപിടിക്കട്ടെ. എത്രയും പെട്ടെന്ന് തയ്യാറായി നമുക്ക് പുറപ്പെടാം. ഇനി അവരെ കണ്ടുമുട്ടാതെ മനസ്സിനൊരു സമാധാനവുമില്ല. വാ മോളെ. ആറ്റുകാൽ പ്രദേശം ഇതുതന്നെയാണ്. അവരെ കണ്ടുപിടിക്കാൻ വേറെന്തെങ്കിലും ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വീടില്ലാൻ തന്നെ പറഞ്ഞത്. ദീനം നോക്കാൻ പോകാറുള്ള ആളാ. അപ്പൊ പിന്നെ നാട്ടുകാർക്ക് അറിയാതിരിക്കല്ലോ അല്ലേ? അച്ഛാ, ദേ ഒരാൾ വരുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. നിൽക്കൂ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ?
ഇവിടെ ഈ വസൂരിദീനൊക്കെ വന്നാൽ ഭേദമാക്കാൻ പോകുന്ന ഒരു സ്ത്രീയുണ്ട്. ഇവിടെയോ? വസൂരി ദീനമൊക്കെ വന്ന് ആരാ നോക്കുന്നത്? ആറ്റുകാലാണ് സ്വദേശമെന്ന് പറഞ്ഞു. ഐശ്വര്യമുള്ളൊരു സ്ത്രീയാ. അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. വസൂരി ദീനത്തിന് മരുന്നും കേട്ടിട്ടില്ല. ഇനിയിപ്പോ എവിടെ പോയോന്ന് അന്വേഷിക്കുക. എവിടെ അന്വേഷിച്ചിട്ടും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് സ്ഥലം മാറിയതാവും. വളരെ വ്യക്തമായിട്ട് ആറ്റുകാലം തന്നെ പറഞ്ഞത്. ഈ പ്രദേശത്തെ എല്ലാവരെയും അയാൾക്ക് അറിയണമെന്നില്ലല്ലോ. നമുക്ക് മറ്റാരോടെങ്കിലും ചോദിക്കാം. ആ, വാ. നിങ്ങൾ ഈ പറയുന്ന ലക്ഷണമുള്ള സ്ത്രീ ഈ കരയിലില്ല. വസൂരിദീനം നോക്കുക, സുഖപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അങ്ങനെ ഒരാൾ ഈ കരയിലുണ്ടെങ്കിൽ എല്ലാരും അറിയില്ലേ? ഇവിടെയാണ് സ്ഥിരതാമസം എന്നല്ല, എല്ലായിടത്തും ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. ഇനി അങ്ങനെ ആരെങ്കിലും മുൻപ് പുറപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ മറ്റോ? ഇവിടുന്ന് ആരും പുറപ്പെട്ടു പോയിട്ടില്ല. എന്തായാലും നിങ്ങൾ ഇത്ര ദൂരം വന്നതല്ലേ, മറ്റാരോടെങ്കിലും ചോദിച്ചു നോക്കൂ. അച്ഛാ, നമ്മൾ അമ്മയെ കണ്ടെത്തില്ലേ? കണ്ടെത്തും മോളെ. ഒരു മുൻപരിചയം പോലും ഇല്ലാതിരുന്ന് നമ്മളെ തെരഞ്ഞു വന്നതല്ലേ. അവരെ നമ്മൾ കണ്ടെത്താതെ എങ്ങനെയാ തിരിച്ചു പോവുക? വരൂ. മുഖത്തൊരു വല്ലാത്ത തേജസ്സാണ്. സംസാരത്തിൽ അതിശയിച്ചു പോകുന്ന പക്വത. ഒരു ജോലിക്കാരിയായിട്ടൊന്നും തോന്നിയതേയില്ല. അസുഖം കാരണം ഒന്നിച്ചു മരിക്കാൻ തുടങ്ങുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാ വാതിൽ തുറന്ന് ആ അമ്മ അകത്തേക്ക് വന്നത്. ശൂന്യമായ അടുക്കളയിൽ നിന്ന് ആ അമ്മ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു. എന്തായി കേൾക്കുന്നത്? ആറ്റുകാലം തന്നെ പറഞ്ഞോ? അതെ, പറഞ്ഞു. ഇനി എന്തിനാ സംശയിക്കുന്നത്? വസൂർദീനം പിടിച്ചവരെ സുഖപ്പെടുത്താൻ വരുന്ന അമ്മ ആരാ? ആപത്തിൽപ്പെട്ട് വലയുന്നവരെ സാന്ത്വനിപ്പിക്കാൻ വരുന്നത് ആരാ? അന്നമില്ലാത്തവർക്ക് അന്നം വെച്ച് വിളമ്പുന്നത് ആരാ? സംശയിക്കണ്ട, അത് ആറ്റുകാലമ്മ തന്നെ ആയിരുന്നു. അമ്മേ, 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 മഹാമായേ, ദേവി, ആറ്റുകാലമ്മേ. കാരണവരെ, നിങ്ങളും നിങ്ങളെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആറ്റുകാലമ്മയുടെ പുണ്യം നിങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. ആറ്റുകാൽ അമ്പലത്തിലേക്ക് പൊയ്ക്കോളൂ. അമ്മ അവിടെയാണ്. അവിടെയാണ് നിങ്ങൾ ചെന്നെത്തേണ്ടത്. അമ്മേ, ഭഗവതി, ദേവി, രക്ഷിക്കണേ. ഭഗവതി, ദേവി, അമ്മേ, അമ്മേ, ആദിപരാശക്തി, അടിയങ്ങൾ തിരിച്ചറിയാതെ പോയല്ലോ. മരണം കൺമുമ്പിൽ വിളയാടിക്കൊണ്ടിരുന്ന സമയത്തും അമ്മ നേരിട്ടൊന്ന് അനുഗ്രഹിച്ചല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ അമ്മയ്ക്ക് സമർപ്പിക്കുക. ഇതിലും വലിയ പുണ്യം ഞങ്ങൾക്ക് കിട്ടാനില്ല അമ്മേ. അടുത്തു വന്നപ്പോഴും തൊട്ടനുഗ്രഹിച്ചപ്പോഴും മുഖത്തെ ചൈതന്യം ബോധ്യപ്പെട്ടു. പക്ഷെ എന്നിട്ടും അറിവില്ലാതെ പോയി അമ്മേ. വസൂരി വന്നെടുത്ത് അമ്മയ്ക്ക് തിരികെ സമർപ്പിക്കേണ്ടത് പൊങ്കാല തന്നെയാ. അതാണ് അമ്മയുടെ അഭീഷ്ടവും. അമ്മേ, മഹാമായേ, അമ്മേ, ദേവി, മോളെ, അമ്മേ, മഹാമായേ, ദേവി, അമ്മേ, ആറ്റുകാലമ്മേ, ആറ്റുകാലമ്മേ, ജഗദമ്മേ, അമ്മേ, ആറ്റുകാലമ്മേ, അമ്മേ, മഹാമായേ, മഹാമായേ, ആറ്റുകാലമ്മേ. ഇപ്പോ മനസ്സിലായോ ആറ്റുകാലമ്മയുടെ ശക്തി എന്താണെന്ന്? മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നവരെ ആറ്റുകാലമ്മ കൈവിടില്ല, രക്ഷിക്കും. എന്റെ ആറ്റുകാലമ്മേ. വേദക്കുട്ടി കഥ പറയുന്നത് കേൾക്കാൻ എന്ത് രസമാ. നേരിട്ട് കാണുന്നത് പോലെയുണ്ട്. അച്ഛൻ തിരുമേനിയും ഗുരുനാഥരും അങ്ങനെയാ പറഞ്ഞു തരിക. ദേവി നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. കൈ നീട്ടിയാൽ ദേവിയെ തൊടുന്നത് പോലെ തോന്നും. ആറ്റുകാലമ്മയുടെ കഥ ഇനിയുമില്ലേ? പിന്നെ ഒന്നല്ല, 100 1000 കഥകളുണ്ട് ആറ്റുകാലമ്മയെ കുറിച്ച്. എന്നാൽ ഒരെണ്ണം കൂടി പറ. ഇപ്പൊ മതി. ഇനി വേദക്കുട്ടി പിന്നെ വരുമ്പോ കേൾക്കാം. ഇപ്പൊ വേദക്കുട്ടിക്ക് പോണ്ടേ? പോണ്ട, വേദക്കുട്ടി ഇവിടെ തന്നെ ഇരിക്കണം. മോളെ, വേദക്കുട്ടി വരുന്നതേ നമ്മുടെ ഭാഗ്യമാണ്. പക്ഷേ
വേദക്കുട്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ അത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടാവും. അതാ അമ്മ പറയുന്നത് വേദക്കുട്ടി ഇപ്പൊ പൊക്കോട്ടെ എന്ന്, പിന്നെ വരട്ടെ എന്ന്. ഞാൻ എല്ലാ കഥയും പറഞ്ഞു തരാം കുഞ്ഞിപ്പെണ്ണെ. ഇനി എല്ലാ ദിവസവും കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വരുന്നുണ്ടല്ലോ. എന്നും വരൂ. പിന്നെ കുഞ്ഞിപ്പെണ്ണിന്റെ കൂട്ടുകാരിയില്ലേ, അപ്പൊ എന്നും വരും. മോള് പറഞ്ഞ കഥ കേട്ടപ്പോ ഇപ്പോ മനസ്സ് നിറച്ചു ആറ്റോലമ്മ മാത്രമാണ്. പൊങ്കാല തിളയ്ക്കുന്നതും അതിന്റെ മണം വരുന്നതും ഒക്കെ ശരിക്കും ഉള്ളതുപോലെ. എന്റെ നാവിൽ പൊങ്കാലയുടെ മധുരം വന്നമ്മേ. എന്നാ ഞാനിനി പൊക്കോട്ടെ. മോള് പൊയ്ക്കോ. കുഞ്ഞിപ്പെണ്ണെ, ഞാൻ പൊക്കോട്ടെ. ഇപ്പൊ അമ്മയുടെ കുഞ്ഞിക്ക് സന്തോഷായോ? നല്ലൊരു കൂട്ടുകാരി കിട്ടിയില്ലേ? എന്ത് നല്ലതാ വേദക്കുട്ടി. അതെ മോളെ, ആ കുട്ടിക്ക് എല്ലാം അറിയാം. മനുഷ്യനെ അറിയാം, ആളുകളോട് എങ്ങനെ പെരുമാറണോന്നറിയാം. ദൈവാംശമുള്ള കുട്ടിയാ. സുകന്യയുടെ വരവോടെ കുട്ടിയുടെ ശീലങ്ങൾ പലതും മാറിയിരിക്കുന്നു. സുകന്യ കൊട്ടാരത്തിലെ ദാസിമാരോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ. കുട്ടി എന്തിനാ അത് അനുകരിക്കുന്നത്? വല്യമ്മ ചെയ്യുന്നതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നാ പാവം ദാസി രേണുകയെ കാരണമില്ലാതെ വഴക്ക് പറഞ്ഞതോ, അവരെ കരയിച്ചതോ? അവര് കരയുന്നത് കൊണ്ട് എന്താ? അവര് നമ്മുടെ അടിമകളല്ലേ. അടിമകളോ? കൊട്ടാരക്കെട്ടിനകത്തും പുറത്തുള്ള ദേശവാസികളെല്ലാം തമ്പുരാന്റെ അടിമകളാണ്. അമ്മ തമ്പുരാട്ടിക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു നോക്ക്. മോളെ, സുകന്യ വല്യമ്മ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് കരുതി മനസ്സിലെടുത്ത് വെക്കണ്ട. മോള് കുഞ്ഞല്ലേ. അടിമകൾ ഉടമകൾ എന്നൊന്നുമില്ല. ഒരു സൗകര്യത്തിന് രാജാവും പ്രജകളും എന്ന് പറയുന്നേ ഉള്ളൂ. കൊട്ടാരത്തിലെ ജോലിക്കാരായാലും ദാസിമാരായാലും അവർക്ക് അവരുടേതായ അന്തസ്സുണ്ട്. അത് കെടുത്തുന്ന രീതിയിൽ പെരുമാറിക്കൂടാ. അഹങ്കാരം വരുത്തി വെക്കുന്ന വിനയം എന്താണെന്ന് അറിയാമോ? അമ്മ മോൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. അഹങ്കാരിയായ ഒരു മനുഷ്യന്റെ കഥ. എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. എന്നിട്ട് തീരുമാനിച്ചോളൂ അഹങ്കാരം കാണിക്കണോ വേണ്ടയോ എന്ന്. വരൂ, കുട്ടി ഇവിടെ ഇരിക്കൂ. പണ്ടൊരിടത്ത് സുധർമ്മൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. സുധർമ്മനെ പരിചയപ്പെടാൻ എളുപ്പം അയാൾ ചെയ്ത ഏതെങ്കിലും ക്രൂരത പറയുന്നതാണ്. എന്ത് അതിക്രമമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ വലിച്ചു പുറത്തിടുന്നത്? സുധർമ്മൻ തമ്പുരാന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് ഓർമ്മയില്ലേ? തിരിച്ചു കൊടുക്കാനുള്ള അവധി കഴിഞ്ഞത് ഓർമ്മയുണ്ടോ? അവസ്ഥ എന്താണെന്ന് സുധർമ്മൻ തമ്പുരാനോട് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം സഹായിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ അദ്ദേഹം സഹായിക്കില്ല. എല്ലാം വലിച്ചെറിയാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കൊടുക്കാനുള്ള പണം കിട്ടുന്ന മുറയ്ക്ക് തിരികെ കൊടുക്കാം. ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. അതെ, സുധർമ്മൻ തമ്പുരാന്റെ കയ്യിൽ നിന്ന് എന്റെ ഏട്ടൻ പണം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ വാങ്ങിയതിൽക്കാൾ 10 ഇരട്ടി പലിശ ഇനത്തിൽ തിരികെ നൽകിയിട്ടുമുണ്ട്. ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാരും ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറത്തു പോണം. നിങ്ങളുടെ സുധർമ്മൻ തമ്പുരാൻ വരുമ്പോ ഞങ്ങൾ സംസാരിച്ചോളാം. എങ്കിൽ സംസാരിക്കൂ. തമ്പുരാൻ, എന്താ മാനവേന്ദ്ര, അസലായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ പെങ്ങളുകുട്ടി. അത് അറിവില്ലാതെ പറഞ്ഞതാണ്. അറിവില്ലാതെ പറഞ്ഞതല്ല, പറഞ്ഞതെല്ലാം കാര്യമല്ലേ. ഇത്രയും കാലം എന്റെ ഏട്ടൻ അധ്വാനിച്ചതെല്ലാം ചോര ഊറ്റി കുടിക്കുന്ന പോലെ കുടിച്ചില്ലേ ഇയാള്? കാലുയർത്തി ഇവിടെ തൊഴിക്കാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. സുധർമ്മന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് തന്നെ തിരിച്ചു തന്നിരിക്കണം. അല്ലെങ്കിൽ തെരുവിൽ ഇറങ്ങേണ്ടി വരുമെന്ന് ഈ കരയിലെ ഏത് കൊച്ചുകുട്ടിക്കും കാണാപ്പാടവാ. നീ എന്താടി പറഞ്ഞത്? ചോര ഊറ്റി കുടിച്ചു അല്ലേ? അതെടി, സുധർമ്മൻ ചോര ഊറ്റി കുടിക്കുന്നവൻ തന്നെയാണ്. എല്ലാം വലിച്ചു പുറത്തെറിയടാ. സുധർമ്മൻ തമ്പുരാൻ, ഇവള് പറഞ്ഞതിന് മാപ്പ് ചോദിക്കുകയാണ് ഞങ്ങൾ. കുറച്ചു കാലം കൂടി ഞങ്ങൾക്ക് തരണം. ഒരു നിമിഷം പോലും തരില്ല. നഷ്ടമുണ്ടാകുന്ന ഒരു കച്ചവടത്തിനും സുധർമ്മൻ പണം ഇറക്കാറില്ല.
ലോകത്തിൽ ഏറ്റവും വലുത് പണമാണ്. സുധർമ്മൻ ആ പണത്തിന്റെ ഉടമയാണ്. പണമുള്ളവൻ പറയും, പണമില്ലാത്തവൻ അനുസരിക്കണം. അങ്ങനെയല്ലേ മാനവേന്ദ്ര? തമ്പുരാൻ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഭാര്യയും സഹോദരിയും കൂട്ടി ഈ നിമിഷം ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. നിന്റെ ഭാര്യയും സഹോദരിയും നിന്റെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെടും. അത് വേണോ മാനവേന്ദ്ര? വേണ്ട തമ്പുരാൻ, അടിയങ്ങൾ പൊയ്ക്കൊള്ള. ഒരുപാട് ദൂരേക്കൊന്നും പൊക്കളയരുത്. ഇവിടെ ഈ നാട്ടിൽ തെരുവ് തെണ്ടി തന്നെ ജീവിക്കണം. നിന്നെയും നിന്റെ കുടുംബത്തിനെയും കാണുന്നവർ പരസ്പരം പറയണം, സുധർമ്മൻ തമ്പുരാനും പണം കൊടുക്കാനുള്ളവരാണ്, അതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എനിക്കതാ കേൾക്കേണ്ടത്. സുധർമ്മനെ എല്ലാവരും പേടിക്കണം. ഈ ലോകം മുഴുവൻ പേടിക്കണം. ഇറങ്ങിപ്പോ. നിക്ക്. ഇറക്കി വിടുന്നവന് ജീവിക്കാനുള്ള ഒരു വക കൊടുക്കണമെന്നാണ് സുധർമ്മന്റെ തീരുമാനം. തെരുവ് തെണ്ടി ഭിക്ഷയാചിക്കുമ്പോ ഭിക്ഷാപാത്രം വേണം. ഇനി അങ്ങോട്ട് നിനക്കും നിന്റെ കുടുംബത്തിനുള്ള വക ഇതിൽ നിന്നാണ്. അടച്ചു പൂട്ട. എന്നിട്ട് ഇനി ആരൊക്കെയാണ് പണം തരാനുള്ളതെന്ന് തെരഞ്ഞു പിടിക്കുക. പടിയിറക്കേണ്ടവരൊക്കെ പടിയിറക്ക്, ജീവൻ എടുക്കേണ്ടവന്റെ ഒക്കെ ജീവൻ എടുക്ക്. സുധർമ്മൻ ഒരു പേടി സ്വപ്നമാവണം എല്ലാവർക്കും. കാമം, ക്രോധം, ലോഭം, മോഹം ഇതെല്ലാം വർജിക്കാൻ നമുക്ക് സാധിക്കണം. ഭൗതിക സുഖങ്ങൾ താൽക്കാലികം മാത്രമാണ്. അതിന്റെ പുറകെ നടന്ന് ആയുസ് പാഴാക്കാതെ ജന്മമോക്ഷത്തിനുള്ള മാർഗങ്ങളാണ് നാം തിരയേണ്ടത്. മോക്ഷമായിരിക്കണം ഒരാളുടെ ജീവിത ലക്ഷ്യം. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്താ സന്യാസി വരിക? എല്ലാവരെയും നന്മ പഠിപ്പിച്ചു കഴിഞ്ഞോ? അങ്ങ് എന്റെ ഗ്രഹത്തിലേക്ക് വരുന്നോ? ഇന്നത്തെ ആഹാരം അവിടെ നിന്നാകാം. വളരെ സന്തോഷം. നാം വരാം. വരാമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ അധ്വാനിക്കുന്ന പണത്തിൽ നിന്നാണ്. അത് കഴിക്കാൻ അങ്ങക്ക് എന്താണ് യോഗ്യത? നാം ഒരു സന്യാസിയാണ്. ഭിക്ഷയായി കിട്ടുന്നതെന്തും സ്വീകരിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. അതെങ്ങനെയാണ് സന്യാസി? സന്യാസി വര്യന്മാർ എല്ലാം ത്യജിക്കുന്നവരാണെങ്കിൽ ഭക്ഷണം കൂടി ത്യജിച്ചുകൂടെ? അല്ലേ? ഭിക്ഷയാചിച്ച് നടക്കുന്ന സന്യാസിക്ക് പാലും പഴങ്ങളും വിശിഷ്ട വിഭവങ്ങളൊക്കെ ഒരുപാട് കിട്ടും. പക്ഷേ അതെല്ലാം മറ്റൊരാളുടെ അധ്വാനമല്ലേ? മറ്റൊരാളുടെ അധ്വാനം കൈക്കലാക്കുന്നവന്റെ പേര് മോഷ്ടാവെന്നല്ലേ സ്വാമി? അങ്ങനെ വരുമ്പോൾ ആളുകളെ പറ്റിച്ചും മോട്ടിച്ചും ജീവിക്കുന്നവരല്ലേ നിങ്ങളൊക്കെ? ഇത്തരം തർക്കങ്ങൾക്ക് നാം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറുപടി ഇല്ല, അതാണ് സത്യം. അല്ല, സന്യാസമാണോ പണമാണോ വലുത്? അങ്ങ് പറ. സംശയമെന്ത്? സന്യാസം തന്നെ. എങ്കിൽ ഈ ഇരിക്കുന്ന ദേവദത്തിന് കുറച്ചു പണത്തിന്റെ ആവശ്യമുണ്ട്. പണം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഉപദേശം കൊടുക്കാൻ അങ്ങും തയ്യാറാണ്. പക്ഷേ ദേവദത്തിന് എന്താ വേണ്ടതെന്ന് സ്വാമി തന്നെ ചോദിക്കൂ. എനിക്ക് പണമാണ് വേണ്ടത്. ഉപദേശങ്ങൾ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കേട്ടില്ലേ സ്വാമി? അങ്ങ് പറയുന്ന ഉപദേശങ്ങളും ശ്ലോകങ്ങളും സാരോപദേശങ്ങളും ഒക്കെ തൊഴിലില്ലാത്തവർക്ക് കേട്ടിരിക്കാനേ പറ്റൂ. ഈ ഇരിക്കുന്ന ആരോടെങ്കിലും ഒരാളോടൊന്ന് ചോദിച്ചു നോക്ക്. അതിസമ്പന്നനായ സുധർമ്മനെയാണോ ആൽത്തറയിലിരിക്കുന്ന അങ്ങയാണോ ഇവർ കൂടുതൽ ബഹുമാനിക്കുന്നതെന്ന്? അപ്പോ ആവശ്യങ്ങൾക്ക് വേണ്ടത് പണമാണ്.
സന്യാസിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ മകളുടെ വിവാഹത്തിന് പണം തന്ന് സഹായിച്ചത് സുധർമ്മൻ തമ്പുരാൻ. എനിക്ക് വലുത് സുധർമ്മൻ തമ്പുരാൻ തന്നെയാണ്. ഈ നിൽക്കുന്ന സുധർമ്മൻ തമ്പുരാൻ എന്നെയും സഹായിച്ചിട്ടുണ്ട്. സ്വാമി, മനുഷ്യന് ഉപകാരമില്ലാത്ത ഉപദേശങ്ങളും വിളമ്പി ആളുകൾക്ക് നേരം കൊല്ലിയാകാൻ ഒരു ജന്മം, അല്ലാതെ അങ്ങയെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈ നാടിന്. ആയിക്കോട്ടെ, ഈ ഭൗതിക സുഖങ്ങളൊക്കെ മായയാണെന്ന് സുധർമ്മൻ തിരിച്ചറിയുന്ന കാലം വരും. അന്ന് നാം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാളത് നോക്കിക്കാണുന്നുണ്ടാവും. കാണാം. പണം കയ്യിൽ ഉള്ളിടത്തോളം കാലം സുധർമ്മന് തോൽവിയില്ല, ആരുടെ മുന്നിലുമില്ല. ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോ വയറും നാവും ഒരുക്കി വെച്ചതാ പാവം. അവസാനം ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല പാവം. നിങ്ങൾ വാ നടക്ക്. വാ. ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചോളൂ. തമ്പുരാട്ടി, സുധർമ്മൻ തമ്പുരാൻ വന്നാൽ നടക്കില്ല. വിശപ്പിന് ജയിക്കാൻ ഭക്ഷണമല്ലാതെ തമ്പ്രാന്റെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ലല്ലോ. കഴിച്ചോളൂ. അങ്ങ് എന്തായി കാണിച്ചത്? അന്നം തട്ടിത്തെറിപ്പിക്കാൻ പാടുണ്ടോ? അന്നത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ അത് ഭക്ഷിക്കുന്ന ഇവനോടില്ല. അതൊരു പാവമാണ്. ഗതികേട് കൊണ്ട് പിഷക്കാരനായി പോയെന്നുള്ളത് ഇവന്റെയൊക്കെ ഒരു ഉപാധിയാണ്. തൊഴിലെടുക്കാതെ ജീവിക്കുക, അല്ലാതെന്താ? പക്ഷേ നമ്മൾ ഇതൊക്കെ കാര്യമാക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ അയാളുടെ ഇഷ്ടമല്ലേ? ഇവിടത്തെ പത്താഴത്തിലിരിക്കുന്ന അരിയും സാധനങ്ങളും ഒക്കെ സുധർമ്മം വാങ്ങിച്ചതാ. അത് ചെലവഴിക്കാനുള്ള മാർഗവും സുധർമ്മന് നന്നായിട്ട് അറിയാം.